ഹലോ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് കഴുകി നമ്മൾ കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നത്. കുക്കറിട്ട് വേവിക്കാൻ നേരത്ത് നമ്മൾ അതിൽ മഞ്ഞപ്പൊടിയും ബീഫും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ അപ്പോൾ അതിനകത്ത് ചേർക്കുന്നില്ല. വെന്ത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി നമ്മൾ തീരെ ചെറുതാക്കുന്നില്ല. ജസ്റ്റ് അതൊന്ന് നടുക്കൂടെ മാത്രമേ കീറുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പെരുംജീരകം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള മറ്റ് മസാലകൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തിട്ട് കടുക് വറുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളി നല്ല രീതിയിൽ എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അതെല്ലാം ഒന്ന് ചൂട് പിടിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നേ. ഇങ്ങനെ വരണ്ട് കിട്ടുവേ. ഈ നല്ല രീതിയിൽ അത് കുറച്ചുകൂടെ വരട്ടിയെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി നമ്മൾ ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചതുകൂടെ ആ ഇഞ്ചിയുടെ ഒരു ഇതായപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരിത് മാറിയപ്പോഴത്തേക്ക് മുളക് പൊടിയും ആവശ്യത്തിനും പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കത് ആവശ്യത്തിന് എടുക്കാവേ. അത് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ ഇളക്കിതാണ്ട് ഇങ്ങനൊരു പരുവത്തിലെത്തിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ലേ. പിന്നെ നമ്മൾ വെന്ത ബീഫ് നമ്മൾ ആ പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ബീഫിലേക്ക് മസാല പിടിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകവും പിന്നെ മറ്റുള്ള മസാലകളുണ്ടല്ലോ, കറുകപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയൊക്കെയുള്ള ആ മസാലകൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിനകത്ത് തന്നെ വെച്ച് കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. കുരുമുളകും മറ്റ് മസാലകളും പൊടിച്ചതാണ് അതിനിട്ടത്. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു പരുവ് എത്തിയപ്പോഴത്തേക്ക് നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്തേക്ക് നമ്മൾ തുറന്ന് നോക്കി. അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട്.